ഹരേ കൃഷ്ണ. ഭഗവാൻ മഹാവിഷ്ണു പ്രപഞ്ചത്തെ പല രീതിയിൽ സംരക്ഷിക്കുന്നു. ലോക സൃഷ്ടി മുതൽ അവസാനം വരെ ദശാവതാരത്തിലൂടെ അദ്ദേഹം അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജീവോൽപത്തിയിൽ ആദ്യം ജലജീവികൾ മാത്രമാണുള്ളത്. മത്സ്യ അവതാരം. പിന്നീട് ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നവ കൂർമാവതാരം. കരയിൽ പൂർണ്ണമായി ജീവിക്കാൻ കഴിയുന്നവയുടെ സൃഷ്ടിയായി വരാഹാവതാരം. മൃഗം മനുഷ്യനായി മാറുന്നു. പകുതി മനുഷ്യനും പകുതി മൃഗവും. നരസിംഹം. മനുഷ്യ ജന്മമെങ്കിലും വളർച്ച കുറഞ്ഞവൻ. വാമനൻ. എല്ലാം തോൽപ്പിച്ച് ഭൂമിയെ അടക്കി വാഴാൻ ശ്രമിക്കുന്നവൻ. ഭാർഗവരാമൻ. എന്നിട്ടും ഒന്നും നേടുന്നില്ല ഈ മനുഷ്യജന്മം എന്നു കാണിക്കാൻ സർവം സഹനായ ശ്രീരാമൻ. ഭൂമിയെ തൊട്ടറിഞ്ഞ് ജീവിക്കാനായി കൃഷിക്കാരനാവാൻ ബലരാമൻ. അവസാനം മുക്തി തേടി പരമാത്മാവിൽ അഭയം പ്രാപിക്കുന്നു എന്നറിയിക്കാൻ പൂർണ്ണ പുണ്യാവതാരം ശ്രീകൃഷ്ണൻ. വീണ്ടും ലോകമില്ലാതാവുന്നു, അതിൻ്റെ പുനഃസൃഷ്ടിക്ക് കാരണമാകുന്നു എന്ന് കാണാൻ കൽക്കി അവതാരം. തൻ്റെ രണ്ടാം അവതാരത്തിൽ അസുരന്മാരുമായുള്ള പോരാട്ടത്തിൽ ദേവതകളെ സഹായിക്കാൻ അദ്ദേഹം കൂർമ്മ അവതാരം അവതരിച്ചുവെങ്കിലും അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഒരു അസുരനെ കൊല്ലുക മാത്രമായിരുന്നില്ല. ആമയുടെ അവതാരം ആദ്യം സ്വീകരിച്ചത് പ്രജാപതിയാണ്. പ്രജാപതിയുടെ ആത്മാവിൻ്റെ സാരാംശം ആമയുടെ രൂപത്തിൽ വെള്ളത്തിൽ അലയുകയായിരുന്നുവെന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നു. അത് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ലോകം സൃഷ്ടിക്കാൻ പ്രജാപതി പറഞ്ഞു. അപ്പോൾ ആമ വെള്ളം തെളിച്ചു ലോകത്തെ സൃഷ്ടിച്ചു. പ്രജാപതി ആമയുടെ രൂപമെടുത്തതായി ഷഡപദ ബ്രാഹ്മണൻ പറയുന്നു. സമുദ്രമഥന സമയത്തെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന മന്ദര പർവ്വതമുയർത്താൻ വിഷ്ണു കടലാമയുടെ രൂപം സ്വീകരിച്ചതായും രാമായണത്തിൽ പറയുന്നു. പിന്നീട് കടലിൽ തന്നെ കിടന്നുറങ്ങി. ബ്രാഹ്മണ യുഗം അവസാനിച്ചതിനു ശേഷം വിഷ്ണുവിനെ പ്രജാപതിക്ക് പകരം ദേവനായി പ്രാധാന്യം ലഭിച്ചു. അങ്ങനെ പ്രജാപതിയുടെ പുണ്യങ്ങളും പ്രവൃത്തികളും വിഷ്ണുവിൻ്റെതായി കണക്കാക്കാൻ തുടങ്ങി. അങ്ങനെ പുരാണങ്ങളുടെ കാലഘട്ടത്തിൽ സത്യയുഗത്തിലാണ് കൂർമാവതാരമുണ്ടായത്. മഹാവിഷ്ണു ഭൂമിയെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭീമാകാരമായ ആമയുടെ രൂപത്തിൽ അവതരിച്ചു. യഥാർത്ഥത്തിൽ കൂർമ്മം എന്നത് വിഷ്ണുവിൻ്റെ ഒരു കർമ്മം തന്നെയാണ്. ദേവന്മാരുടെയും അസുരന്മാരുടെയും സംയോജിത ശക്തിയാൽ മന്ദര പർവ്വതം കുലുങ്ങുകയും കറങ്ങുകയും ചെയ്യുന്നു. ഈ ഭ്രമണം തൻ്റെ മുതുകിലെ പോറൽ മാത്രമാണെന്ന് പിന്നിൽ പർവ്വതം വഹിക്കുന്ന ആമയ്ക്ക് തോന്നുന്നു. ക്ഷേത്രങ്ങളിലെ വിളക്കുകാലുകൾക്ക് ചുവട്ടിൽ ആമയെ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. കൂർമ്മയുടെ ചിത്രം പൊതുവെ പകുതി മനുഷ്യൻ്റെയും പകുതി ആമയുടെയും രൂപത്തിലാണ്. താഴത്തെ പകുതി ആമയായി കാണിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ 4 കൈകളോടെയാണ് കാണിക്കുന്നത്. അവയിൽ 2 കൈകൾ ശംഖും ചക്രവും പിടിച്ചിരിക്കുന്നു. മറ്റ് 2 കൈകൾ വരദമുദ്രയിലും അഭയമുദ്രയിലുമാണ്. ജലത്തിൻ്റെ നാഥനായാണ് കൂർമ്മത്തെ കണക്കാക്കുന്നത്. വിഷ്ണു വരുണന്റെ പ്രതിരൂപവുമാണ്. ഹിന്ദു ഗ്രന്ഥങ്ങൾ അനുസരിച്ച് വരുണനും ഭൂമിദേവിയും പരസ്പരം വിവാഹിതരാണ്. ഈ ഗ്രഹത്തിലെ വ്യത്യസ്ത ജീവജാലങ്ങളെ നിലനിർത്തുന്നതിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഭഗവാൻ വിഷ്ണു കൂർമ്മ അവതാരത്തിൽ അവതരിച്ചതായി പറയപ്പെടുന്നത് വൈശാഖ മാസത്തിലെ പൗർണമി നാളിലാണ്. ഇത് കർമ്മ ജയന്തി എന്ന പേരിൽ വടക്കേ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. എനിക്ക് ലഭിച്ച ഈ അറിവ് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.